ഗീതാജ്ഞാനം പരമപവിത്രം സർവപ്രാപ്തി സമ്പന്നം. ഇന്ന് നമ്മൾ ശ്രീമദ് ഭഗവത്ഗീത ജ്ഞാനകർമ്മ സന്യാസ യോഗം 4-ാം അധ്യായത്തിലെ 13-ാമത്തെ ശ്ലോകമാണ് നോക്കുന്നത്. വളരെ പ്രശസ്തമായ, വളരെയധികം തർക്കങ്ങൾക്ക് വഴിതെളിച്ചിരിക്കുന്നൊരു ശ്ലോകമാണിത്. ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശഃ തസ്യ കർത്താരമപി മാം വിദ്യ കർത്താരം അവ്യയം. ഗുണങ്ങളുടെയും കർമ്മങ്ങളുടെയും വിഭാഗമനുസരിച്ച് 4 വർണ്ണങ്ങൾ എന്നാൽ സൃഷ്ടിക്കപ്പെട്ടു. അതിൻ്റെ കർത്താവാണെങ്കിലും നാശമില്ലാത്തവനായ എന്നെ അകർത്താവാണെന്ന് അറിയണം. ഇവിടെ 4 വർണ്ണങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ. അവിടെ ഗീത പറയാണ്, അതിൻ്റെ കർത്താവ് ഞാനാണെങ്കിലും ഞാൻ അതിൻ്റെ അകർത്താവാണെന്ന് മനസ്സിലാക്കിക്കൊള്ളും. ഇവിടെ സൃഷ്ടിയുടെ ഒരു ഗുഹ്യത നമുക്ക് ഈശ്വരൻ പറഞ്ഞു തരാണ്. ഈ സൃഷ്ടി അനാദിയായി ഉണ്ടാക്കപ്പെട്ടതാണ്. അതിൽ 3 ഘടകങ്ങളുണ്ട്: പ്രകൃതി, പുരുഷൻ, പരമപുരുഷൻ. ഇത് 3ഉം അനാദിയായതുകൊണ്ട് ഒന്നിനെ ഉണ്ടാക്കിയിട്ടില്ല. നമ്മുടെ എല്ലാവരുടെയും ഒരു വിശ്വാസം എന്താണ്? സൃഷ്ടിയേ ഇല്ലായിരുന്നു, ദൈവം മാത്രം ഉണ്ടായിരുന്നുള്ളൂ. ഈ പ്രകൃതി, ഈ പ്രപഞ്ചമില്ലാണ്ട് ഈശ്വരൻ എവിടെ നിൽക്കും? ഇല്ലാത്ത പ്രപഞ്ചത്തെ ഈശ്വരൻ എങ്ങനെ ഭാവനയിൽ കാണാൻ സാധിക്കും? അപ്പോൾ ഗീത അതിനൊരു മറുപടി നൽകുന്നുണ്ട്. പ്രകൃതിം പുരുഷം ചൈവ വിദ്യാനാദി ഉഭാവപി. ഇത് രണ്ടും, പ്രകൃതിയും പുരുഷനും പുരുഷൻ്റെ തന്നെ ഭാഗമായ പരമപുരുഷനായ പരമാത്മാവും എന്നും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ പ്രപഞ്ചം അന്യൂനമാണ്, ഈ പ്രപഞ്ചം പെർഫെക്റ്റാണ്, ഈ പ്രപഞ്ചം അക്യുറേറ്റ് ആണ്. അതുകൊണ്ടാണ് ഈ പ്രപഞ്ചത്തെ തന്നെ ദൈവമായിട്ട് നമ്മൾ കാണുന്നത്. പക്ഷെ പ്രപഞ്ചം ദൈവമല്ല, പ്രപഞ്ചത്തിനൊരു അധികാരി ഉണ്ട്. ആ പ്രപഞ്ചത്തിലെ മനുഷ്യൻ്റെ കർമ്മങ്ങൾ ഈശ്വരൻ 4ആയിട്ട് തിരിച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ കർമ്മത്തിനനുസരിച്ച് പരമാത്മാവ് സർവജ്ഞനായ ഭഗവാൻ തൻ്റെ സൃഷ്ടിയിലെ 4 വർണ്ണങ്ങളെക്കുറിച്ച് പറയുകയാണ്: ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ. ഇതിന് ജാതിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പകരം ഒരാളുടെ സ്വഭാവവുമായിട്ടാണ് ഇത് ബന്ധപ്പെട്ടിരിക്കുന്നത്. ചിലരിൽ കൂടുതലായിട്ട് പഠിക്കാനും പഠിപ്പിക്കാനുമുള്ള താല്പര്യങ്ങളാണ്, പ്രത്യേകിച്ചും ആധ്യാത്മികമായ കാര്യങ്ങൾ. ഇനി ചിലരിലാണെങ്കിലോ വളരെ ഉത്സാഹത്തോടുകൂടി കർമ്മങ്ങൾ ചെയ്യുക, അവരിലെ കർമ്മശേഷി വളരെയധികം കൂടുതലായിരിക്കും. അപ്പോൾ അവർ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് വ്യാപൃതമാകുന്നു. ഇനി ചിലരാണെങ്കിലോ കുറച്ചും കൂടി അടങ്ങി ഒതുങ്ങി കാര്യങ്ങൾ ചെയ്യുക. ചിലർക്കാണെങ്കിലോ അതിനും താഴെയുള്ള ചില കാര്യങ്ങൾ, ശുചിത്വം അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതായിരിക്കും. ഈ പ്രപഞ്ചവും പ്രപഞ്ച അധികാരിയായ ദൈവവും അനാദിയാണ്, അവിനാശിയുമാണ്. അപ്പോൾ എന്തുകൊണ്ട് ഈശ്വരനെ ഇവിടെ അകർത്താവെന്ന് പറയുന്നു? പ്രപഞ്ചം അനാദിയായതുകൊണ്ട്, അത് ഈശ്വരൻ സൃഷ്ടിച്ചതല്ലാത്തത് കൊണ്ട് ഈശ്വരൻ പറയാണ്, ഞാൻ അകർത്താവാണ്. പിന്നെ കർത്താവെന്ന് പറഞ്ഞതോ, ഞാനാണ് ഇതിൻ്റെ അധികാരി, അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ ഇതിൻ്റെ കർത്താവായിട്ട് പറയാം. അവിടെ നമ്മൾ സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാ സംവിധാനങ്ങളും അക്യുറേറ്റ് ആണ്. ആ പ്രപഞ്ച സംവിധാനത്തിൻ്റെ അധികാരിയായിരിക്കുന്ന ഈശ്വരനും അക്യുറേറ്റ് ആണ്. യാതൊരുവിധ ന്യൂനതകളും ഈ പ്രപഞ്ച സംവിധാനത്തിലില്ല. അതിൽ പുരുഷനെ അല്ലെങ്കിൽ ആത്മാവിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് 4ആയിട്ട് തിരിച്ചിരിക്കുകയാണ്. അങ്ങനെ 4ആയി സൃഷ്ടിച്ചത് കുറേ പേരെ ബ്രാഹ്മണരാക്കിയതും കുറേ പേരെ ക്ഷത്രിയരാക്കിയതും കുറേ പേരെ ശൂദ്രനാക്കിയതും ഈശ്വരനാണോ? അല്ല. ഇതിന് ജാതിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പകരം ഓരോ ആത്മാവിൻ്റെയും അവരവരുടെ ആ സ്വഭാവത്തിനാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. നമ്മൾ ഉദാഹരണമായിട്ട് ഈശ്വരൻ്റെ തന്നെ 2 ഭക്തരെ പുരാണത്തിൽ കാണിക്കുന്നുണ്ട്. ഒന്ന് അർജുനൻ, ഒന്ന് കുചേലനാണ്. കുചേലനെ ഭഗവാൻ ഒന്ന് കെട്ടിപ്പിടിച്ചു, കുചേലൻ്റെ ദുഃഖങ്ങളെല്ലാണ്ടാക്കി. കുചേലനോട് ഭഗവാൻ യുദ്ധം ചെയ്യാൻ പറഞ്ഞില്ല. കാരണം കുചേലൻ്റെ സ്വഭാവത്തിനനുസരിച്ച്, കുചേലൻ്റെ ആ വർണ്ണത്തിനനുസരിച്ച് കുചേലനെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിക്കാൻ പറ്റുകയില്ല. അർജുനൻ ഭിക്ഷാന്നം എടുക്കാം അല്ലെങ്കിൽ പാട്ടും പാടി നടക്കാമെന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ അത് സമ്മതിച്ചുമില്ല. കാര്യത്തിൽ അർജുനന് കുറച്ച് വീര്യത്തോടുകൂടി ഈ ലോകത്ത് ധർമ്മം സ്ഥാപിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അത് കുചേലന് സാധ്യമല്ല.
നമ്മുടെ ചുറ്റുവട്ടത്ത് നോക്കുമ്പോൾ നമുക്ക് ഈ 4 വർണ്ണങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. ഏതൊരു സംഘടനയിലും നമുക്ക് ഈ 4 വർണ്ണങ്ങളെ കാണാൻ സാധിക്കും. അതിൽ കുറച്ച് ഒരുപക്ഷെ നമ്മുടെ സംഘടനയുടെ ആ ബാഹ്യമായ അല്ലെങ്കിൽ ആന്തരികമായ കുറേ ശുചിത്വത്തിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളോട് നമ്മൾ പ്രഭാഷണം നടത്തണമെന്ന് പറഞ്ഞാൽ അത് അയാൾക്കൊരു ഭയം ഉണ്ടാക്കും, അത് അയാൾക്കൊരു അസ്വസ്ഥത ഉണ്ടാക്കും. അതുകൊണ്ട് കാര്യമില്ല, കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളുടെ നേച്ചർ, അയാളുടെ പ്രകൃതമനുസരിച്ച് അയാൾക്കത് ചെയ്യാൻ സാധ്യമല്ല. അപ്പോൾ അവിടെ ഗീത ഉദ്ദേശിക്കുന്ന എന്താണ്? മനുഷ്യൻ്റെ പ്രകൃതത്തിനനുസരിച്ച് 4 വർണ്ണങ്ങൾ പറയാൻ സാധിക്കും. കൂടുതൽ പഠിക്കാനും പഠിപ്പിക്കാനും താല്പര്യമുള്ളവർ, കുറേ തൻ്റെ ഇടത്തോടുകൂടി കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നവർ, കുറേ സാധാരണമായ കാര്യങ്ങൾ, സമൂഹത്തിൻ്റെ ഉന്നതിക്ക് വേണ്ടി കുറേ സാധാരണമായ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നവർ, കുറച്ചും കൂടി ശുചിത്വം പോലുള്ള മറ്റു കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നവർ. ഇനിയും നമ്മൾ സൂക്ഷ്മമായി മനസ്സിലാക്കുമ്പോൾ ഈ ചക്രം എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? ഓരോ ആത്മാവിലും അനാദിയായി എഴുതിയിരിക്കുന്ന ഒരു തിരക്കഥയ്ക്കനുസരിച്ച് ഈ പ്രകൃതി മാറിക്കൊണ്ടിരിക്കുകയാണ്, പ്രപഞ്ചചക്രം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതും അനാദിയായി എഴുതപ്പെട്ടതാണ്. ഓരോ ആത്മാവിലും ഈശ്വരൻ ഒരു ദിവസം ഇരുന്ന് എഴുതിയതല്ല അവരവരുടെ പാർട്ട്. പകരം ഈ പ്രപഞ്ചം അനാദിയായി അത് തീരുമാനിച്ചു വച്ചിരിക്കുകയാണ്. അതനുസരിച്ചാണ് പ്രകൃതിയിലെ രംഗങ്ങളും മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പുരുഷൻ്റെ ആത്മാവിൽ എഴുതിയിരിക്കുന്ന ആ തിരക്കഥയ്ക്ക് അനുസരിച്ച്, അതും അനാദിയായി എഴുതപ്പെട്ടിരിക്കുന്ന തിരക്കഥയ്ക്ക് അനുസരിച്ച് ഈ ലോകചക്രം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവരവരുടെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈശ്വരൻ്റെ പരമമായ കർമ്മം, അത് നേരത്തെ പറഞ്ഞു, ധർമ്മത്തിന് അതിഗ്ലാനി സംഭവിക്കുമ്പോൾ ഞാൻ വരും, ആ ധർമ്മത്തെ നശിപ്പിക്കും, ധർമ്മം ഞാൻ പുനഃസ്ഥാപിക്കും. അപ്പോൾ അധർമ്മത്തെ നശിപ്പിക്കാനും ധർമ്മം പുനഃസ്ഥാപിക്കാനും ആ സമയത്ത് തന്നെ പരമാത്മാവ് വരുന്നത് എന്തുകൊണ്ടാണ്? ആ സമയത്താണ് പരമാത്മാവ് വരേണ്ടത് ഈ പ്രപഞ്ചം തീരുമാനിച്ചു വച്ചിരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് അധർമ്മം നശിപ്പിച്ചതിൻ്റെ അല്ലെങ്കിൽ ധാരാളം പേർക്ക് അതിൻ്റെ ഫലമായി ഉണ്ടായ വേദനയുടെ ഉത്തരവാദിത്വം ഈശ്വരിൽ വരുമോ? ഇല്ല. എന്തുകൊണ്ടെന്നാൽ അത് അനാദിയായി നടക്കേണ്ട കാര്യമാണ്. ഇനി ധർമ്മം സ്ഥാപിച്ചതിലുള്ള അഹങ്കാരം ഈശ്വരനുണ്ടാകുമോ? ഇല്ല. എന്തുകൊണ്ടെന്നാൽ അനാദിയായ തീരുമാനമനുസരിച്ചാണ് ഈ പ്രപഞ്ചചക്രവും ഈ പ്രപഞ്ചത്തിനകത്തിരിക്കുന്ന നമ്മളെല്ലാവരും നീങ്ങിക്കൊണ്ടിരിക്കുന്നതെന്നുള്ള സൂക്ഷ്മ കർമ്മ തത്വം നമ്മൾ മനസ്സിലാക്കാനായിട്ടാണ് ഗീത അവിടെ പറയുന്നത്. ഈ പ്രപഞ്ചചക്രവും അതിനകത്തുള്ള നമ്മുടെ കർമ്മവും നീങ്ങുന്നത് എങ്ങനെയാണ്? അനാദിയായി തീരുമാനിക്കപ്പെട്ട ഒരു തിരക്കഥയ്ക്ക് അനുസരിച്ച് ആ പ്രപഞ്ചത്തിലെ ഒരു ഘടകമാണ് ഗുണങ്ങൾ. ആ ഗുണങ്ങൾക്ക് അനുസരിച്ച്, പ്രകൃതത്തിനനുസരിച്ച് നമ്മളെല്ലാം കർമ്മം ചെയ്യിപ്പിക്കപ്പെടുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അടുത്ത ശ്ലോകം 14-ാം ശ്ലോകത്തിൽ പറയുന്നത്, അർജുന, കർമ്മങ്ങൾ എന്നെ സ്പർശിക്കില്ല, കർമ്മഫലത്തിൽ എനിക്ക് ആഗ്രഹവുമില്ല. ഇങ്ങനെ എന്നെ ആരറിയുന്നു, അതായത് എൻ്റെ കർമ്മത്തിലുള്ള മനോഭാവം ആരറിയുന്നു, അവരെയും കർമ്മങ്ങൾ ബന്ധിക്കുകയില്ല. ഇവിടെ ഈശ്വരൻ നമ്മളെ പഠിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഗീത നമ്മളെ പഠിപ്പിക്കുന്ന പ്രധാന കാര്യം എന്താണ്? കർമ്മങ്ങൾ ചെയ്യണം, പക്ഷേ കർമ്മങ്ങൾ നമ്മളെ ബന്ധിക്കരുത്. അതിന് ഏതറിവാണ് വേണ്ടത്? ഓരോരുത്തരും അവരവരുടെ കർമ്മങ്ങൾ ചെയ്യിപ്പിക്കപ്പെടുകയാണ്, നിമിത്തമാണ്, എല്ലാവരും നിമിത്തമാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ കർമ്മത്തിൽ നമുക്ക് അഹംഭാവം ഉണ്ടാവില്ല. നമ്മുടെ കർമ്മത്തിൽ അഹംഭാവം നമുക്കില്ലെങ്കിൽ മറ്റുള്ളവരെയും നമ്മൾ താഴ്ത്തി പറയുകയില്ല, അവരെ നമ്മൾ താഴ്ത്തി കാണുകയില്ല. അതുകൊണ്ട് ഗീതയിലെ ജ്ഞാനിയുടെ ഒരു ലക്ഷണം പറയുന്നത്, വിദ്യാ വിനയ സമ്പന്നേ ബ്രാഹ്മണേ ഗവി ഹസ്തിനി ശുനി ചൈവ ശോഭാഗേജ പണ്ഡിത സമദർശനഃ. വിദ്യയും വിനയവുമുള്ള പണ്ഡിതനെയും, അവസാനം പറയുന്നത് എന്താണ്? പട്ടിയെ തിന്നുന്ന ചണ്ടാളനെയും ഒരേപോലെ കാണുന്നവനാണ് ജ്ഞാനി. എന്തുകൊണ്ട് ഒരേപോലെ കാണാൻ സാധിക്കുന്നു? ബ്രാഹ്മണൻ്റെ സ്ഥാനത്ത് അവന് വിധിച്ച കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ചണ്ടാളൻ്റെ സ്ഥാനത്ത് അവന് വിധിച്ച കർമ്മമാണ് ചെയ്യുന്നത് എന്ന് അറിയുന്ന ജ്ഞാനി ആ കർമ്മദോഷത്തിൽ ബന്ധിക്കപ്പെടില്ല, അല്ലെങ്കിൽ ദൃഷ്ടിദോഷത്തിൽ ബന്ധിക്കപ്പെടില്ല. ഒരാളെ ബ്രാഹ്മണനായിട്ട് ഉയർന്നവനായിട്ട് കാണുന്നതും വേറൊരാളെ ചണ്ടാളനായി താണവനായിട്ട് കാണുന്നതും യഥാർത്ഥത്തിൽ കർമ്മബന്ധനം തന്നെയാണ്. അതുകൊണ്ട് ഇവിടെ ഗീത നമ്മളെന്താണ് പഠിപ്പിക്കുന്നത്? ഈ പ്രപഞ്ചം ഇത് വല്ലാത്ത ഒരു യന്ത്രമാണ്, നമ്മുടെ ചിന്തയ്ക്ക് അതീതമായ ഒരു യന്ത്രമാണ്. ഈ യന്ത്രം നീങ്ങുന്നത് ആത്മാവിൻ്റെ കർമ്മത്തിനനുസരിച്ചാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ആത്മാക്കളെല്ലാം ചെയ്യിപ്പിക്കപ്പെടുകയാണ്.
അതിനനുസരിച്ച് നാലായിട്ടൊന്ന് തിരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അത് അനാദിയായി തീരുമാനിക്കപ്പെട്ടതുകൊണ്ട് അർജുന, എനിക്ക് അതിൽ ഉത്തരവാദിത്തമില്ല. ഒരാളെ ബ്രാഹ്മണനാക്കിയതിലും ഒരാളെ ചണ്ടാളനാക്കിയതിലും അതിൽ എനിക്ക് ഉത്തരവാദിത്തമില്ല. എന്നാൽ ഈ പ്രപഞ്ചത്തിൻ്റെ അധികാരി എന്ന നിലയിൽ നിങ്ങൾ എന്നെ വേണമെങ്കിൽ കർത്താവെന്ന് പറഞ്ഞുകൊള്ളുക. പക്ഷേ ഇവിടെ നടക്കുന്ന യാതൊരുവിധ പുണ്യ പാപകർമ്മങ്ങളും എന്നെ സ്പർശിക്കുകയില്ല. ഞാൻ അതിൻ്റെ അറിവ് നിനക്ക് നൽകുകയാണ്. ഈ പ്രപഞ്ച ചക്രത്തിൻ്റെ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ അല്ലെങ്കിൽ കർമ്മത്തിൻ്റെ ആ ഗഹനാഗതി മനസ്സിലാക്കി തന്ന് നിൻ്റെ കർമ്മങ്ങൾ നിന്നെ ബന്ധിക്കാതിരിക്കാനുള്ള ജ്ഞാനമാണ് ഞാൻ നൽകുന്നത്. ആ അറിവിൻ്റെ സൂക്ഷ്മതയിലാണ് ഞാനും അർജുന കർമ്മം ചെയ്യുന്നത്. അതുകൊണ്ട് ധർമ്മത്തിന് അതിഗ്ലാനി സംഭവിക്കുമ്പോൾ ഞാൻ വരും, അധർമ്മത്തെ നശിപ്പിക്കും, ധർമ്മം പുനഃസ്ഥാപിക്കും. പക്ഷെ അതിലെനിക്ക് യാതൊരു അഹംഭാവവുമില്ല. ആ കർമ്മം എന്നെ ബന്ധിക്കുകയുമില്ല. അതേപോലെ നീ എൻ്റെ കൂടെ നിൽക്കുക. എന്തിനു വേണ്ടിയിട്ട്? ഈ ലോകത്ത് ധർമ്മം പുനഃസ്ഥാപിക്കാനുള്ള പ്രക്രിയയിൽ നീ എൻ്റെ ഭാഗത്തിൽ നിൽക്കുക. പക്ഷേ അത് നിന്നെ ബന്ധിക്കാതിരിക്കാനും നീ നോക്കിക്കൊള്ളണം. ഗീതയുടെ അതിസൂക്ഷ്മമായ ഈ വശം നമ്മൾ നന്നായിട്ട് ഗ്രഹിക്കേണ്ടിയിരിക്കുന്നു. അത് നമ്മുടെ കർമ്മത്തിൽ, നമ്മുടെ കർമ്മക്ഷേത്രത്തിൽ നമ്മളത് അപ്ലൈ ചെയ്ത് നമ്മളും കർമ്മബന്ധനത്തിൽ നിന്നും മുക്തമാകണം. ഓം ശാന്തി.